അന്ന ഭാഗം 30. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഫെലിക്സ് അന്നയുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി അവനിലേക്ക് അടുപ്പിച്ചു. അന്ന അവന് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ അവൻ്റെ കൈകളെ ശക്തിയായി കുടഞ്ഞെറിഞ്ഞു. എന്നാൽ അതൊക്കെ ഫെലിക്സിൻ്റെ ദേഷ്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ കടത്തി അവളെ ബലമായി അവനിലേക്ക് അടുപ്പിച്ചു നിർത്തി. അവൻ്റെ ചൂട് ശ്വാസം അവളുടെ തോളിലെ ചെമ്പൻ രോമരാജികളെ തഴുകി ഉണർത്തി. പെട്ടെന്ന് ആ നശിച്ച രാത്രികളുടെ ഓർമ്മകൾ അന്നയുടെ സിരകളിലെ രക്തത്തെ ചൂടുപിടിപ്പിച്ചു. ഫെലിക്സിൻ്റെ ഒരു കരസ്പർശം പോലും അവളിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ ഉണർത്തുന്നവയായിരുന്നു. അണപൊട്ടിവന്ന വികാരങ്ങൾ താങ്ങാൻ കഴിയാതെ അവൾ അവൻ്റെ അരികിൽ നിന്നും ബലമായി കുതറിമാറി. അടുത്ത നിമിഷം ഫെലിക്സിൻ്റെ കരണത്ത് അന്ന ആഞ്ഞടിച്ചു. അവളുടെ സങ്കടക്കടൽ അണപൊട്ടി ഒഴുകുകയായിരുന്നു. അന്ന കിതപ്പോടെ ഫെലിക്സിൻ്റെ ഇനിയുള്ള പ്രതികരണത്തെ ഭയന്നുകൊണ്ട് കുറച്ചുകൂടി പിന്നിലേക്ക് മാറി. ആകസ്മികമായുള്ള അന്നയുടെ പ്രതികരണത്തിൽ ഫെലിക്സിൻ്റെ പരിസരബോധം പോലും നഷ്ടപ്പെട്ടു. അവൻ അന്നയെ കോപത്തോടെ നോക്കി നിന്നു. അതേസമയം അപ്രതീക്ഷിതമായി ഫെലിക്സിൻ്റെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വന്ന അഞ്ജലി ഡോറിൻ്റെ ഗ്ലാസ്സിലൂടെ അകത്ത് വാതിലിനരികിൽ നിൽക്കുന്ന അന്നയെ ശ്രദ്ധിച്ചു. അവൾ ഗൂഢമായി പുഞ്ചിരിച്ചുകൊണ്ട് മനഃപൂർവ്വം വാതിലകത്തേക്ക് ശക്തിയായി തള്ളിത്തുറന്നു. അകത്തേക്ക് ബലമായി തുറന്ന ഡോറ് അന്നയുടെ മുതുകിലേക്ക് ആഞ്ഞടിച്ചു. പെട്ടെന്നുണ്ടായ ഇടിയുടെ ആഘാതത്തിൽ അന്ന അവൾക്ക് മുന്നിലായി കോപത്താൽ വിറച്ചു നിൽക്കുന്ന ഫെലിക്സിൻ്റെ നെഞ്ചിലേക്ക് തട്ടി നിന്നു. അവൾ വീഴാതിരിക്കാനായി ഫെലിക്സിൻ്റെ ഇരു കൈകളിലും ഇറുകി പുണർന്നു നിന്നു. അവളുടെ സ്പർശനം ഫെലിക്സിൽ ഒരു മിന്നൽ പോലെ പ്രവഹിച്ചു. അവൻ അവളെ തൻ്റെ കൈകളാൽ താങ്ങി അവനിലേക്ക് കൂടുതൽ ചേർത്തു നിർത്തി. ഒരു വേള അവൻ തൻ്റെ പ്രാണനെ ചേർത്ത് പിടിച്ചതുപോലെ. അടുത്ത നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ അന്ന വെപ്രാളത്തോടെ ഫെലിക്സിൽ നിന്നും അടർന്നു മാറി. എന്നാൽ വാതിലിന് പുറത്ത് പരിഹാസത്തോടെ അന്നയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അഞ്ജലിയിൽ ഫെലിക്സിൻ്റെ ശ്രദ്ധ പതിഞ്ഞു. ആ കാഴ്ച കണ്ട ഫെലിക്സിൻ്റെ മുഖം പെട്ടെന്ന് ക്രോധം കൊണ്ട് ചുവന്നു. അഞ്ജലിക്ക് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞുകൊണ്ട് ഫെലിക്സ് അവളിലേക്ക് നടന്നെടുത്ത ശേഷം മുടിക്കുത്തിൽ ബലമായി പിടിച്ചുകൊണ്ട് അവളെ പുറത്തേക്ക് ആഞ്ഞു തള്ളി. ഒരു വലിയ ശബ്ദത്തോടെ ഇടനാഴിയിൽ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികൾ തട്ടിമറിച്ചുകൊണ്ട് അഞ്ജലി നിലത്തേക്ക് പതിച്ചു. പെട്ടെന്ന് തന്നെ വീണിടത്തു നിന്ന് എഴുന്നേറ്റ് ദേഷ്യത്തോടെ ഫെലിക്സിന് പുറകെ പോയി അവൻ്റെ ബലിഷ്ഠമായ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി. എന്താ ഫെലിക്സ്, എന്താ നിനക്ക് പറ്റിയേ? അഞ്ജലി അവന് നേരെ ചീറി. ചീ, കൈയെടുക്കടി. ഫെലിക്സിൻ്റെ അലർച്ചയിൽ ഭയന്ന് വിറച്ച് അഞ്ജലി പിന്നിലേക്ക് മാറി. നീ എന്താടി വിചാരിച്ചേ? ഒന്ന് ചിരിച്ചു കാട്ടിയാ? ആണിൻ്റെ കിടപ്പറയിലേക്ക് വന്ന് മടിക്കുത്തഴിക്കുന്ന നിന്നെപ്പോലൊരുത്തിയെ ഞാൻ മാളിയേക്കൽ തറവാട്ടിലെ എൻ്റെ കെട്ടിലമ്മയാക്കുന്നു. മേലാൽ നിന്റെ ശബ്ദവും നിന്റെ കുരുട്ട് ബുദ്ധിയും കൊണ്ട് ഈ പരിസരത്തെങ്ങാൻ വന്ന വെച്ചേക്കില്ല ഞാൻ. കേട്ടോടി, ഇനി അങ്ങോട്ട് മറ്റുള്ളവരുടെ പുറത്ത് കയറുന്ന പരിപാടിയുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്കണം. അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇട്ടേച്ച് പൊക്കോണം. ഫെലിക്സ് ഒരാജ്ഞയോടെ അഞ്ജലിക്ക് നേരെ ചൂണ്ടുവിരൽ ഉയർത്തി ചലിപ്പിച്ചു. പിന്നൊരു കാര്യം, എൻ്റെ കിടപ്പറയുടെ വാതിൽ ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട് നിന്നെപ്പോലുള്ള ദുഷിച്ചവളുമാർക്ക്. പക്ഷെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലെ ഈ ലോകത്തിൽ ഒരേ ഒരു പെണ്ണിന് മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ. അന്നും ഇന്നും അവൾക്ക് മാത്രമേ അതിൽ സ്ഥാനം ഉണ്ടാവൂ. അവസാനത്തെ ആ വാക്കുകൾ പറയവേ അന്നയെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ഫെലിക്സ് നടന്നകന്നു. സംഭവിച്ചതൊന്നും മനസ്സിലാകാതെ അന്ന അമ്പരപ്പോടെ വാതിലിനരികിൽ നിൽക്കുകയായിരുന്നു. അഞ്ജലി ആകെ ചൂളിയ മുഖത്തോടെ വാതിൽക്കൽ നിൽക്കുന്ന അന്നയെ ഒരു വേള തിരിഞ്ഞു നോക്കി. അവളുടെ ആ ഭാവം കാണുകെ അന്നയുടെ ചുണ്ടിൽ ആദ്യമായൊരു പരിഹാസ ചിരിവിടർന്നു. എന്നോ പ്രതീക്ഷകൾ അസ്തമിച്ച അന്നയുടെ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതപ്പെടാൻ തുടങ്ങുകയായിരുന്നു. ഒരിക്കൽ മനസ്സിൻ്റെ ഇരുട്ടറയിൽ താഴിട്ട് പൂട്ടിയ ഫെലിക്സ് എന്ന വ്യക്തിയെ തൻ്റെ കൺമുന്നിൽ വീണ്ടും നേരിടേണ്ടി വന്നല്ലോ എന്നോർക്കെ അന്നയിൽ വികാരങ്ങൾ അലതല്ലി. ഒരിക്കൽ ഫെലിക്സ് പ്രണയമെന്ന ആയുധമേന്തി അന്നയെ കീഴ്പ്പെടുത്തിയപ്പോൾ അവിടെ ആ യുദ്ധഭൂമിയിൽ വെണ്ണീറായത് അവളുടെ ജീവിതമായിരുന്നു. നഷ്ടങ്ങൾ കൊണ്ട് പണിതുയർത്തിയ ജീവിതമാകുന്ന കൊട്ടാരത്തിലെ അന്ധയായ രാജ്ഞിയായിരുന്നു അന്ന. പക്ഷെ ഇനിയും ഒരു തോൽവി ഏറ്റുവാങ്ങാൻ അവൾ തയ്യാറായിരുന്നില്ല.
ആത്മാഭിമാനവും അനുഭവങ്ങളും അംഗബലമാക്കി പടവാളും പടച്ചട്ടയുമില്ലാതെ ആത്മധൈര്യം കൊണ്ട് പോരാടി ജയിക്കാൻ ആത്മവിശ്വാസത്തോടെ ഗോധയിലിറങ്ങിയ ശക്തിയായിരുന്നു അന്ന. ദിവസങ്ങൾ ശരവേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. മിന്നുമോളും ഓഫീസും ഓർഫനേജുമൊക്കെയായി അവളുടെ ഓരോ നിമിഷങ്ങളും വിട പറഞ്ഞു പോയി. അഞ്ജലി ഫെലിക്സിൻ്റെ അന്നുണ്ടായ പ്രവൃത്തിയിൽ കലിപൂണ്ട് ഒരു രാജിക്കത്തിലൂടെ മാളിയേക്കൽ ഗ്രൂപ്പിനോട് വിട പറഞ്ഞു. പിന്നീടുള്ള ഓഫീസ് ദിനങ്ങളിലൊന്നും ഫെലിക്സ് അന്നയെ കൂടുതലായി വേദനിപ്പിക്കാൻ ശ്രമിച്ചില്ല. എന്നാൽ അന്ന അവനിൽ നിന്നും അകൽച്ചയോടെ ഒരു അനാവശ്യ സംഭാഷണങ്ങൾക്ക് പോലും ഇട നൽകാതെ ഒഴിഞ്ഞുമാറി നടന്നു. പക്ഷേ ഫെലിക്സിൽ കുറ്റബോധത്തിൻ്റെ നാമ്പുകൾ മുളപ്പിച്ച, ഇനിയും മനസ്സിലാക്കാൻ കഴിയാത്ത ചില നഗ്ന സത്യങ്ങൾ തേടിയുള്ള അവൻ്റെ യാത്ര വീണ്ടും ചെന്ന് അവസാനിച്ചത് അന്നയിലായിരുന്നു. എവിടെയോ താളം പിഴച്ചു എന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടും ആ വേരുകൾ ഇന്നും നിലനിൽക്കുന്നത് അന്നയിലാണെന്ന സത്യം മനസ്സിലാക്കി ഫെലിക്സ് അവളോട് തുറന്ന് സംസാരിക്കാൻ പ്രേരിതനായി. എല്ലായ്പ്പോഴും ഒരു അപരിചിത ഭാവത്തിൽ തന്നോട് ഇടപഴകാൻ ശ്രമിക്കാത്ത അന്നയുടെ മനോഭാവത്തിൽ അവൻ വീണ്ടും ആ പഴയ ഫെലിക്സിലേക്ക് വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി. ഒരു വേള അവൾ നിരപരാധിയാണെങ്കിൽ താൻ ചെയ്ത ക്രൂരതകൾ മാപ്പർഹിക്കുന്നവയാണോ എന്ന ചോദ്യം അവനെ അലട്ടാൻ തുടങ്ങിയിരുന്നു. വ്യവസായ മേഖലയിൽ നിലവിൽ സാമ്പത്തിക നഷ്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഉമ ഇൻഡസ്ട്രീസ് എന്ന പ്രമുഖ കമ്പനിയെ മാളിയേക്കൽ ഗ്രൂപ്പ് വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചു. പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾക്കും ഡോക്യുമെൻ്റ് കൈമാറ്റത്തിനുമായി അവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഫെലിക്സ് നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ബ്ലൂ പ്ലസയിൽ എത്തിച്ചേർന്നു. അവർക്കായി പ്രത്യേകം ഒരുക്കിയിരുന്ന കോൺഫറൻസ് ഹാളിലേക്ക് അവൻ പ്രവേശിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തീർത്തും അവശതയിൽ കാണപ്പെട്ട ഒരു സ്ത്രീയും സബ് രജിസ്ട്രാറും കൂടാതെ അവർക്കൊപ്പം ചില സഹായികളും ഉണ്ടായിരുന്നു. ആ സ്ത്രീയാണ് ഉമാദേവി. അവർ വിലയ്ക്ക് വാങ്ങാൻ പോകുന്ന കമ്പനിയുടെ ഉടമയാണ് അവരെന്ന് ഫെലിക്സ് മനസ്സിലാക്കി. ഒരു നിമിഷം അവരുടെ കണ്ണുകളിൽ തെളിയുന്ന വിഷാദവും മുഖത്ത് നിഴലിക്കുന്ന നഷ്ടബോധവും എല്ലാം ഫെലിക്സിൽ എവിടെയോ ഒരു നീറ്റലുണ്ടാക്കി. ചിലപ്പോൾ പ്രതീക്ഷകളോടെ പടുത്തുയർത്തിയ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയിലുണ്ടായ നഷ്ടബോധമാകാമെന്ന് അവൻ ഊഹിച്ചു. വിശദമായ ചർച്ചയ്ക്കൊടുവിൽ കൈമാറ്റ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ശേഷം അവർ ഹസ്തദാനം നൽകി. ഒരു വേള ഫെലിക്സിന് ആ സ്ത്രീയുടെ മുഖം പണ്ടെങ്ങോ എവിടെയോ കണ്ടുമറന്നതുപോലെ അനുഭവപ്പെട്ടു. പക്ഷെ അവൻ്റെ ഓർമ്മകളിൽ എങ്ങോ ആ മുഖം തെളിയാതെ നിന്നു. അവരോട് യാത്ര പറഞ്ഞ ശേഷം പുറത്തേക്ക് പോകാൻ ഫെലിക്സ് ലോബിയിലേക്ക് നടന്നു. മോനെ, ഫെലിക്സേ, പിന്നിൽ നിന്നുയർന്ന ആ സ്ത്രീയുടെ ശബ്ദം കേൾക്കെ അവൻ തിരിഞ്ഞു നോക്കി. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.